എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലെ ഇമ്പോർട്ട് റേഞ്ച് എന്ന ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നതാണ് നോക്കുന്നത്. ഇമ്പോർട്ട് റേഞ്ച് ഫംഗ്ഷൻ എന്നത് ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലെ വളരെ പവർഫുള്ളായ ഒരു ഫംഗ്ഷനാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ HR മാസ്റ്റർ ഡാറ്റ എന്ന ഒരു ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റും എംപ്ലോയി ഡാറ്റ എന്ന ഡാറ്റ ഉൾക്കൊള്ളുന്നൊരു സ്പ്രെഡ്ഷീറ്റുമുണ്ട്. ഈ എംപ്ലോയി ഡാറ്റ എന്ന EMPL ഡാറ്റ എന്ന് നെയിം ചെയ്തിരിക്കുന്ന സ്പ്രെഡ്ഷീറ്റിൽ 2020, 21, 22 എന്നിങ്ങനെ 3 ഷീറ്റുകളിലായിട്ട് ഡാറ്റ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവിടെ ഈ എംപ്ലോയി ഡാറ്റ എന്ന സ്പ്രെഡ്ഷീറ്റിൽ നിന്നും നമുക്ക് HR മാസ്റ്റർ ഡാറ്റ എന്ന ഷീറ്റിലേക്ക് എങ്ങനെയാണ് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പോർട്ട് റേഞ്ച് എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ A1 എന്ന റേഞ്ചിൽ ഞാൻ ഈക്വൽ ടു, നമ്മൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോഴും ആദ്യം ഈക്വൽ ടുവിലാണ് തുടങ്ങുന്നത്. ഈക്വൽ ടു ഇമ്പോർട്ട് റേഞ്ച് IMPO എഴുതുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. അതിൽ ഏറ്റവും താഴെയുള്ള ഇമ്പോർട്ട് റേഞ്ച് സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്പ്രെഡ്ഷീറ്റ് URL റേഞ്ച് സ്ട്രിങ് 2 ആർഗ്യുമെൻറ്റ്സ് ആണ് ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ. ഇവിടെ താഴേക്ക് നോക്കിയാൽ, അതായത് എക്സാമ്പിളായിട്ട് തന്നെ ഇവിടെ ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് രീതിയിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കാം. ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്പ്രെഡ്ഷീറ്റ് URL അപ്ലൈ ചെയ്യുന്നതും റേഞ്ച് സ്ട്രിങ് അപ്ലൈ ചെയ്യുന്നതും ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിലാണ്, അതായത് ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിലാണ് ചെയ്യുന്നത്. നമ്മൾ ഡബിൾ ഇൻവെർട്ടഡ് കോമ ഇട്ടു. ഇപ്പോൾ നമുക്ക് സ്പ്രെഡ്ഷീറ്റ് URL എടുക്കണം. അതായത് നമ്മൾ ഏത് ഷീറ്റിൽ നിന്നാണോ ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ സ്പ്രെഡ്ഷീറ്റിൻ്റെ URL ആണ് കോപ്പി ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് എംപ്ലോയി ഡാറ്റ എന്ന സ്പ്രെഡ്ഷീറ്റിൻ്റെ URL നമ്മളിവിടെ നിന്നും കോപ്പി ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ കോപ്പി ചെയ്തെടുത്തിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റിലെ ഫോർവേഡ് സ്ലാഷ് വരെ മാത്രം. അതായത് ഫസ്റ്റ് മുതൽ ഏറ്റവും ലാസ്റ്റിലെ ഫോർവേഡ് സ്ലാഷ് എത്തുന്നത് വരെ കോപ്പി ചെയ്യുന്നു. Ctrl+C. ദെൻ HR മാസ്റ്റർ ഡാറ്റയിൽ വന്നിട്ട് ഈ നമ്മൾ സെൻറ്റർ സെലക്ട് ചെയ്ത് വെച്ച കൊട്ടേഷൻ മാർക്കിനുള്ളിൽ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്തു, കോമ. ഇനി നമുക്ക് വേണ്ടത് റേഞ്ച് സ്ട്രിങ്. റേഞ്ച് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഏത് റേഞ്ച് സെറ്റ് ഓഫ് റേഞ്ചിൽ നിന്നാണ് നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതും ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. അവിടെ സെൻറ്റർ സെലക്ട് ചെയ്യുന്നു. നമ്മൾക്ക് എംപ്ലോയി ഡാറ്റ എന്ന ഈ A1 മുതൽ D9 വരെയുള്ള ഡാറ്റയാണ് നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ A1 D9, A1 മുതൽ A1 മുതൽ D9 വരെയുള്ള ഡാറ്റയെ നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലോഡിങ് കാണാം. ഈ ലോഡിങ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന അതേ ഡാറ്റ നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഈ ഒരു രീതിയിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ, അതായത് റേഞ്ച് A1 D9 എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്പ്രെഡ്ഷീറ്റിൽ എത്ര ഷീറ്റുകളുണ്ടെങ്കിലും ആ സ്പ്രെഡ്ഷീറ്റിലെ ആദ്യത്തെ ഷീറ്റിലെ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന റേഞ്ചിലുള്ള ഡാറ്റകളെയാണ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക. അതായത് നമ്മൾക്ക് എംപ്ലോയി ഡാറ്റ എന്ന ഷീറ്റിൽ 2020, 21, 22 ഉണ്ടെങ്കിലും ഈ 2020 എന്ന ഷീറ്റിലെ A1 മുതൽ D9 വരെയുള്ള ഡാറ്റയാണ് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഫോർമുലയിൽ ഒരു മാറ്റം വരുത്തി നോക്കാം. ഇവിടെ മറ്റ് ഷീറ്റുകളും കൂടി നമ്മൾക്ക് ഇതേ രീതിയിൽ ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ ഇവിടെ ആദ്യം ഷീറ്റ് ടാബ് നെയിം നമ്മൾ കൊടുക്കുന്നു. അതായത് 2020 2020 നമ്മൾ റേഞ്ചിനോട് കണക്ട് ചെയ്യാൻ
ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുന്നു. ഇനി എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആദ്യം കിട്ടിയ സെയിം ഡാറ്റയാണ്, 2020 ഡാറ്റയാണ്. ഇവിടെ നമ്മൾ ഈ 2020 2021 എന്ന് മാറ്റി എൻ്റർ ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് എംപ്ലോയി ഡാറ്റയിലെ 2021 എന്ന ഷീറ്റിലെ ഡാറ്റയാണ്. വീണ്ടും നമ്മൾക്ക് 2022 കൊടുത്തു നോക്കാം. 2022 അത് 2022 എന്ന ഷീറ്റിലെ ഡാറ്റ ഇമ്പോർട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഫോർമുലയെ ഒരു ഡൈനാമിക് ബേസിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. അതിനാദ്യം നമ്മൾക്കിപ്പോൾ ഈ ഒരു ഫോർമുല ഒന്ന് മോഡിഫൈ ചെയ്തെടുത്താൽ നമ്മൾക്ക് ഈ ഒരു രീതിയിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അത് നമ്മൾക്ക് രണ്ട് സെറ്റ് ഓഫ് ഡാറ്റ അത്യാവശ്യമായിട്ടുള്ളതുണ്ട്. ഒന്ന് ഈ URL, 2 റേഞ്ച് സ്ട്രിങ്. അപ്പോൾ ഇവിടെ നിന്നാണല്ലോ നമ്മൾ URL കോപ്പി ചെയ്തെടുത്തത്. നമ്മൾക്ക് ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും കോപ്പി ചെയ്യുന്നത്. ഇവിടെ കോപ്പി ചെയ്തിട്ട് Ctrl+C കോപ്പി ചെയ്യുന്നു. HR മാസ്റ്റർ ഡാറ്റയിലെ I1 പേസ്റ്റ് ചെയ്യുന്നു. Ctrl+V. ഓക്കെ, നമ്മൾക്ക് ഇതൊരു റെഫറൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ എംപ്ലോയി ഡാറ്റ ഇതിൽ നമ്മൾ മൗസ് പോയിൻ്റ് വയ്ക്കുമ്പോൾ തന്നെ കാണാം. ഇനി നമ്മൾ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അപ്ലൈ ചെയ്യുകയാണ്. എന്താണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുന്നത്? നമ്മളുടെ ഈ ഷീറ്റ് നെയിമുകളാണ്. 2020, 21, 22 എന്നുള്ളത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അതിന് നമ്മൾ ഡാറ്റ വാലിഡേഷനിൽ പോകുന്നു. ഞാൻ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അതൊന്ന് റെഫർ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഡാറ്റ വാലിഡേഷനിൽ ആഡ് റൂൾ കൊടുക്കുന്നു. നമ്മൾ 2020, 2021, 2022 ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. നോക്കിയാൽ കാണാം 2020, 21, 22 ഇവിടെ. ഇനി നമ്മൾ ഈ ഒരു ഫോർമുലയെ മോഡിഫൈ ചെയ്യാം. അതായത് ഈ URL ഉള്ള, അതായത് സ്പ്രെഡ്ഷീറ്റ് URL നമ്മൾ ഒരു റെഫറൻസ് ആയിട്ട് I1 എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഫോർമുല ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യുകയാണ്. കാരണം ഈ ഫോർമുല ഉള്ളത് തന്നെയാണ് നമ്മൾ I1 ഉള്ള വാല്യൂ. അപ്പോൾ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന് പകരം I1 കൊടുക്കുന്നു. I1 കൊടുത്തിട്ട് നമ്മൾ ഈ 2022 ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, ഇവിടെ ഈ G1 അതായത് റേഞ്ച് സ്ട്രിങ് എടുക്കുന്ന എംപ്ലോയി ഡാറ്റ എന്ന സ്പ്രെഡ്ഷീറ്റിലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷീറ്റ് നെയിം ഉൾപ്പെട്ട ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉൾപ്പെട്ട G1 എന്ന സെല്ലിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ G1 നമ്മൾക്ക് ഈ ഒരു റേഞ്ചുമായി കണക്ട് ചെയ്യാൻ ആൻഡ് എന്ന ഒരു കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ I1 എന്ന് പറഞ്ഞാൽ URL, G1 എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആൻഡ് ഏത് റേഞ്ച് വരെയാണോ ഉള്ളത് എന്നുള്ളത് കൊടുക്കുന്നു. നമ്മൾ എൻ്റർ ചെയ്യുന്നു. ലോഡിംഗ് ആയി. ഇവിടെ 2020 സെലക്ട് ചെയ്യുന്നു. 2020 ഡാറ്റ വരുന്നു. 21 സെലക്ട് ചെയ്യുന്നു. 2021 വരുന്നു. 2022 സെലക്ട് ചെയ്യുന്നു. 2022 എന്ന ഷീറ്റിലെ ഡാറ്റയും വന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കാനുള്ളത്, നമ്മളിപ്പോൾ റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ A1 to D9 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ A1 മുതൽ D9 വരെ ഉള്ളത് മാത്രമേ നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്ത് വരികയുള്ളൂ. പകരം നമ്മൾ ഈ D9 എന്നുള്ളതിൻ്റെ 9 നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു.
അതായത് A1 to D എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ 2022 എന്ന ഷീറ്റിലെ ഡാറ്റയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് എംപ്ലോയി ഡാറ്റയിൽ പോയിട്ട് 2020 ഇവിടെ ഒരു ഡാറ്റ ആഡ് ചെയ്ത് നോക്കുന്നു. ഹാഷിം എംപ്ലോയി നമ്പർ 9 അസിസ്റ്റൻ്റ് മാനേജർ സാലറി 32,000. ഇവിടെ നമ്മൾ ഒരു ലൈൻ ഓഫ് ഡാറ്റയും കൂടി ആഡ് ചെയ്തു. ഇനി നമ്മൾക്ക് HR മാനേജർ ഡാറ്റയിൽ പോയി നോക്കിയാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഒരു ലൈന് കൂടി അപ്ഡേറ്റായി വന്നിട്ട് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ഈ റേഞ്ച് സ്പെസിഫൈ ചെയ്യാതെ ആ കോളം മാത്രം ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുത്താൽ ഈ എംപ്ലോയി ഡാറ്റ കൈവശമുള്ള ആൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഡാറ്റയും റിയൽ ടൈമിൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.